ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കുക്കറിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുത്ത ബീട്രൂട്ടാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് മിക്സി ജാറിൽ തരിതരിപ്പായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറുജീരകം, നല്ല ജീരകം എന്ന് പറയുമല്ലോ അത്, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ അടിച്ചു വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പോട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതായത് തൈര് ചേർത്തതിന് ശേഷം കറി തിളക്കാൻ പാടില്ല. കറി തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും കറി. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെടുക്കുന്ന തൈര് കട്ടകളൊക്കെയുള്ള തൈരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ തൈരോട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇത് പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പഞ്ചസാരയോട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചിടണം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക്, 4 വറ്റൽമുളക്, 1 തണ്ട് വേപ്പില. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളകും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.